ആ നല്ലൊരു അഭിനയമാണ്, കൊള്ളാം. പിന്നെ തീർച്ചയായിട്ടും എല്ലാ പ്രായക്കാർക്കും എല്ലാ തരത്തിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഗുഡ് മൂവി. നൈസ് വൺ, നല്ല സിനിമയായിരുന്നു. തീർച്ചയായിട്ടും ഫാമിലി മൂവിയാണ്. ആ കോമഡി സീൻസ് ഒക്കെ ഓർമ്മിപ്പിച്ചു. അടിപൊളി, താങ്ക് യു. നല്ല മൂവിയാണ്. വെക്കേഷൻ ടൈമിൽ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവി. നന്നായിട്ടുണ്ട്, നല്ല മൂവി. താങ്ക് യു. ആ പിള്ളേർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. താങ്ക് യു. സോ പവി കെയർ ടേക്കർ എന്ന് റിലീസായി. ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയതാണ്. സോ ഹാപ്പി, ഭയങ്കര ഒരു ഫുൾഫിൽ മൊമെൻ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് സിനിമ കണ്ടിറങ്ങുന്നത്. സോ ഇനി നിങ്ങളുടെ ടേൺ ആണ്. എല്ലാവരും കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം പറയുക. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. എനിക്കിഷ്ടവും, കാരണം ഫീൽ ഗുഡ് മൂവീസ് എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ മാത്രമല്ല മുന്നേ ഉള്ളൊരു. സോ അങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഓഫ് കോഴ്സ് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പം ഒരു 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 മീൻസ് അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫുൾ എൻജോയ് ചെയ്തിട്ട് കണ്ടതാണ്. സോ ഇനി കണ്ടിട്ട് നിങ്ങളെ പ്രേക്ഷകരാണ് പറയേണ്ടത്. സോ താങ്ക് യു. ഫസ്റ്റ് മൂവിയാണ്. അതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവല്ലോ. നമ്മളെ സ്ക്രീനിൽ അങ്ങനെ കാണുക പറയുന്നത് എത്രയും കാലം മാനിഫെസ്റ്റ് ചെയ്തൊരു മൊമെൻ്റ് അല്ലേ. സോ അതിൽ ഭയങ്കര ഫുൾഫിൽഡാണ്. ഒരുപാട് ഹാപ്പിയാണ്. പഴയ ദിലീപ് അടിപൊളി. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന സ്വന്തം മൂവി ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അടിപൊളിയാണ്. പിന്നെ പഴയ ദിലീപേട്ടനെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്നൊരു ഇതാണ്. അതൊക്കെ തിരിച്ചു വന്നു. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. ഭയങ്കര കുറേ ചിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അതെ അതെ അതെ. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരെയും കൊണ്ടുവരാ തിയേറ്ററിലേക്ക്. അടിപൊളിയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളല്ലേ പറയണ്ടത്, ഞാനാണ് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു കുറേ കാലത്തിന് ശേഷം എല്ലാവരും നല്ല കയ്യടിയൊക്കെ ആയിരുന്നു. കുറേ സീനിൽ നമ്മൾ എങ്ങനെയാണോ ദിലീപേട്ടനെ നമ്മൾ കാണാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്, അതുപോലൊരു കംബാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ബാക്കി വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. താങ്ക് യു. സന്തോഷം. ഫസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ പടം കണ്ടോ? ഇഷ്ടമായോ? ഓക്കെ. അതെ അതെ അതെ. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡി എല്ലാം ഉണ്ട്. ശരി. ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോയി കാണാം. അതെ, അത്യാവശ്യം ഫണ്ണൊക്കെ ഉണ്ട്. എനിക്കിഷ്ടായില്ലേ? അതെ അതെ. ദിലീപേട്ടൻ്റെ നല്ല പക്ക കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് സൂപ്പർ. അതെ അതെ അതെ. ഫാമിലിക്കും കുട്ടികൾക്ക് ഇപ്പം ഡോഗ് ലവേഴ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. പിന്നെ കോമഡി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. നല്ല മൂവിയാണ്. കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ നല്ലൊരു ചിത്രം ദിലീപേട്ടനെ. യെസ്. അതെ അതെ. താങ്ക് യു. അയ്യോ, വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ പറയാം, നമ്മളിപ്പം കുറേ എന്താ പറയുക സ്നേഹത്തോടെ ചെയ്ത കുറച്ച് പാട്ടുകളാണ് സിനിമയായിട്ട് നന്നായിട്ട് വർക്കാവുന്നതെന്ന് എനിക്ക് വിശ്വാസമുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് ജനങ്ങൾ അതേപോലെ എൻജോയ് ചെയ്തു. പിറകിലാരോ എന്ന് പറഞ്ഞ പാട്ട് കഴിഞ്ഞപ്പോൾ ഒരു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് പാട്ട് വെണ്ണില കന്യക എന്ന് പറഞ്ഞ പാട്ടിനൊക്കെ ശരിക്കും ഓഡിയൻസ് അതിലോട് വളരെ ഇഴകിച്ചേർന്ന് അത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ അവസാനത്തോട്ടേക്ക് എത്തുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ആൾക്കാർ അത്രയും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു എനിക്ക് തോന്നി. അതൊക്കെയാണ് നമുക്ക് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നമ്മളവിടെ വിജയിച്ചു. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഞാൻ ഫസ്റ്റ് ഒരു പ്രത്യേക ഒരു സീനുണ്ട്, ഒരു ഇമോഷണൽ സീനുണ്ട്. അത് ഞാൻ കണ്ടപ്പം ഞാൻ വിനീതേട്ടനോട് ഡയറക്ടറോട് പറഞ്ഞതാണ്, ദിലീപേട്ടൻ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും
കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ കോമഡി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ആവട്ടെ, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മേഖലകളിലും അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാനുള്ളൊരു സ്ക്രിപ്റ്റാണ്. അതുപോലെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിലീപ് ഫാൻസിനാവട്ടെ, ദിലീപ് എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാവട്ടെ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും പവി കേരളി. വളരെ 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 സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. ബാക്കിയൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും വന്ന് കണ്ടവരെയൊക്കെ വളരെ സന്തോഷിപ്പിക്കുന്ന സിനിമയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. എന്താ പറയുക, എല്ലാ ആൾക്കാർക്കും വന്ന് കാണാൻ പറ്റുന്ന, കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. പിന്നെ ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ എല്ലാ എഫേർട്ടുകളും എടുത്ത് അഭിനയിക്കുന്നുണ്ട്. ഇനി എന്താ, പിന്നെ ഈ ഡിഗ്രേഡൊക്കെ ആക്കുന്നവരോട് മൂവി വന്ന് കണ്ടതിന് ശേഷം എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും. കോമഡികൾ അതെ, പഴയ ദിലീപേട്ടനിലേക്ക് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദിലീപേട്ടൻ്റെ ഒരു ഫേസിൽ ആക്ഷൻ വരെ നമുക്ക് ചിരിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ആദ്യമൊക്കെ. അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ടുണ്ട്. അതെ, ഫാമിലിക്ക് എന്തായാലും വന്ന് കാണാം. ഈ വെക്കേഷൻ കുട്ടികളായിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സിനിമയാണ്.